പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഖമാർ അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വന്നു. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഒരു പതിവാണ്. ആരാണ് ഏറ്റവും വലിയ ബേവക്കൂഫ്? വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞു, അത് സാറ് തന്നെ. എന്താണ് ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ? ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢി എന്നാണ് അർത്ഥം. ഒരു ദിവസം ഒരു കാക്ക, നമ്മൾ കാക്കച്ചി എന്നൊക്കെ പറയുന്നത് കാക്ക, പോയിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു പെൺസിംഹത്തിനോട് ചോദിച്ചു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മേ ആപ്സെ ഷാദി കർണ ചാത്ത. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പെൺസിംഹം തിരിച്ച് കാക്കയോട് ചോദിച്ചു, നീ എൻ്റെ സൈസ് ഒന്ന് നോക്ക്, എൻ്റെ സൈസ് എങ്ങനെയുണ്ട് നോക്ക്, എൻ്റെ ഭാരം, എൻ്റെ വെയിറ്റ് എത്ര കിലോ ഉണ്ടെന്ന് നോക്ക്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം, എൻ്റെ കളറൊന്ന് നോക്ക്, എൻ്റെ മുഖച്ഛായ ഒന്ന് നോക്ക്, നിനക്ക് എന്നോടെങ്ങനെ വിവാഹം അഭ്യർത്ഥന നടത്താൻ തോന്നി? അപ്പോൾ കാക്ക പറഞ്ഞു, അതൊക്കെ അവിടെ മാറ്റിവെക്ക്, എൻ്റെ കോൺഫിഡൻസ് നോക്ക്, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സൈസ്, നിൻ്റെ ആരോഗ്യം, നിൻ്റെ വലുപ്പം, നിൻ്റെ വെയിറ്റ്, നിൻ്റെ മുഖച്ഛായ, നിൻ്റെ നിറം, ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്, എൻ്റെ കോൺഫിഡൻസ് നോക്കും, എൻ്റെ കോൺഫിഡൻസ് നോക്ക്. ഹിന്ദി പഠിക്കാനേ, ഹിന്ദി സംസാരിക്കാനേ വലുപ്പമോ നിറമോ ആരോഗ്യമോ വെയിറ്റോ ഒന്നുമല്ല കാര്യം. ഈ കാക്കയുടെ കോൺഫിഡൻസ് ആണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഫിഡൻസ് ഉണ്ടോ? ഈസി ആയിട്ട് ഹിന്ദി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേര്, ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ കോൺഫിഡൻസ് മാത്രം മതി. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ശരി, ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാനാണ് പഠിപ്പിച്ചു തരും. ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ. നമ്മളെങ്ങനെയല്ലേ ചോദിക്കുക? ഒരാളോട് നമ്മൾ വിശേഷം ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചോദിക്കുക? ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ. അപ്പോൾ ആൾ പറയാണ് ആപ് കൈസേ ഹേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? താങ്കൾക്ക് എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരിക. പക്ഷേ അതിൻ്റെ അർത്ഥം അതാണോ? അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? സുഖമാണോ എന്നാണ്. ആപ് കൈസേ ഹേ, സുഖമാണോ? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക? മേ ഠീക്കും, മേ ഠീക്കും. ചിലർ പറയും മേ ബിൽക്കുൽ ഠീക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും സന്തോഷവാനാണ്, സുഖമാണ്, എനിക്ക് പൂർണ്ണമായും സുഖമാണെന്നാണ് അർത്ഥം. മേ ബിൽക്കുൽ ഠീക്കും, മേ ബിൽക്കുൽ ഠീക്കും, ഞാൻ പൂർണ്ണമായും സന്തോഷവാനാണ്. ഗെറ്റപ്പ് എന്ന വാക്ക് നമ്മൾ എപ്പോഴൊക്കെ ഉപയോഗിക്കുക? അത് നല്ല രീതിയിൽ അല്ലാത്ത വിധത്തിൽ നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഠോ അല്ലെങ്കിൽ എണീക്ക് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഉഡ്ജാവ്, ഉഡ്ജാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗെറ്റപ്പ് എന്നാണ്. എണീക്കൂ, എണീറ്റ് പോകൂ എന്നൊരർത്ഥം അതിന് അർത്ഥവും വരുന്നുണ്ട്. എണീറ്റ് പോകുന്നു, ഉഡ്ജാ, ഉഡ്ജാ അല്ലെങ്കിൽ ഉഡ്കർ ജാ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എഴുന്നേറ്റ് പോകുന്നു തന്നെയാണ് അർത്ഥം. ഉഡ്കർ ജാ എന്ന് പറഞ്ഞാൽ എണീറ്റ് പോ, ഉഡ്കർ ജാരേ എണീറ്റ് പോടേ, ഉഡ്കർ ജാരേ എണീറ്റ് പോടേ. ഉഠോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരൂ എന്നർത്ഥമുണ്ട്. ഉറങ്ങിക്കിടക്കുന്നവരോട് ഉഠോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരൂ എന്നാണ് അർത്ഥം. ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഉഠോ എന്ന് പറഞ്ഞാൽ എടുത്തോ എന്നാണ് അർത്ഥം. ഉഠോ എന്ന് പറഞ്ഞാൽ എടുത്തോ എന്നർത്ഥം. ഉഡ് ജാ, ഉഠ് ജാ, ഉട്ടുകർ ജാ, ഉട്ടാക്കർ ജാ എന്നൊക്കെ പറഞ്ഞാൽ ഉട്ടാക്കർ ജാ എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകുന്നതാണ്. ഉട്ടുകർ ജാ എന്ന് പറഞ്ഞാൽ എണീറ്റ് പോകുന്നതാണ് അർത്ഥം. അപ്പോൾ വാക്ക് ഉഠോ എന്ന് പറഞ്ഞാൽ ഉണരൂ എന്നും എണീക്കൂ എന്നും അർത്ഥമുണ്ട്. ഉഠോ എന്ന് പറഞ്ഞാൽ ഉണരൂ എന്ന്, ഉറങ്ങിക്കിടക്കുന്നവരോട് പറയണമെങ്കിൽ ഉണരൂ എന്ന്. ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഉട്ടോ എന്ന് പറയുകയാണെങ്കിൽ എടുത്തോ എന്ന്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം പോണത്. എനിക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഐ ക്യാൻ, ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. ചെറിയ വാക്കല്ലേ. ഹിന്ദിയിൽ അതെങ്ങനെ പറയാം? മേ കർ സക്താവും, മേ കർ സക്താവും. എന്താണ്? മേ കർ സക്താവും, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയും. മേ കർ സക്താവും, ഐ ക്യാൻ, ഐ ക്യാൻ. മുझे सब कुछ कर सकता हूँ, मुझे सब कुछ कर सकता हूँ. ഈ പറഞ്ഞതെല്ലാം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. സബ് കുച്ച്, എല്ലാം, സബ് കുച്ച് എല്ലാം. മുझे सब कुछ कर सकता हूँ, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. മുझे कुछ नहीं कर सकता, मुझे कुछ नहीं कर सकता, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുझे कुछ नहीं कर सकता, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബോലോ, ബോലോ, സ്പീക്കപ്പ്, സ്പീക്കപ്പ്, ബോലോ, പറയൂ,
പറയൂ എന്നുള്ള വാക്കിന് വേറെ ഒരുപാട് തരത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നോ, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. കം ഡൗൺ ഇറങ്ങി വരൂ. കം ഡൗൺ ഇറങ്ങി വരൂ. नीचे उतरो ഉത്തർ കർ ആ നിച്ചേ ഉത്തർ ആ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഒരു ദിവസം പ്രശസ്തനായ ഒരു വ്യക്തി ഗലീലയിലെ തരിവിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു കുള്ളനായ മനുഷ്യൻ, ഈ നേതാവിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ചുറ്റും നിൽക്കുകയല്ല, ഈ നേതാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ഒരുപാട് വലിയ ആളുകൾ 6 അടി 6 അടി 7 അടി ഉയരമുള്ള ആളുകൾ നിൽക്കുന്നത് കൊണ്ട് ഈ ചെറിയൊരു മനുഷ്യനുണ്ട്, 5 അടിയുള്ള ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ വലിയ മഹാനായ വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ആളെ കാണാൻ വേണ്ടി ഒരു വഴിസൈഡിലുള്ള മുന്നിലോട്ട് ഓടി ഒരു വഴിസൈഡിലുള്ള ഒരു അത്തിമരത്തിൽ കയറിയിരുന്നു. അത്തിമരത്തിൻ്റെ മുകളിൽ കയറി നല്ല തുറുത്ത ഇലകളൊക്കെ ഉണ്ടായിന്. ആ മരത്തിൻ്റെ കവറിൽ കയറിയിരുന്നു. എന്തിനാണ്? ഈ നേതാവ് അതിവഴി പോകുമ്പോൾ താഴോട്ട് നോക്കിയ ആളെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് മരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ നേതാവ് മുകളിലോട്ട് നോക്കി, എന്നിട്ട് പറഞ്ഞു, കം ഡൗൺ, ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് യു ടുഡേ, ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് യു ടുനൈറ്റ്, ഐ എം ഗോയിങ് ടു സ്റ്റേ വിത്ത് യു ടുനൈറ്റ്. ഞാനിന്ന് നിൻ്റെ കൂടെ താമസിക്കുന്നു, നീ ഇങ്ങോട്ട് ഇറങ്ങുക. ഇയാളെന്താ വിചാരിച്ചത്? ഇയാളൊരു എന്താണ് പറഞ്ഞത്? നേതാവ് എന്താണ് പറഞ്ഞത്? കം ഡൗൺ ഹറി, പെട്ടെന്ന് ഇറങ്ങി വാ. നിച്ചേ ഉത്തരോ അല്ലെങ്കിൽ നിച്ചേ ഉത്തർക്കറാവോ, നിച്ചേ ഉത്തറാവോ എന്നൊക്കെ പറയാം. എന്താണ്? കം ഡൗൺ. ഹൂ നോസ് ഒരു 500 ഉറുപ്പ്യ അവിടെ വെച്ചായിരുന്നു. അച്ഛൻ്റെ ഷർട്ടിനകത്ത് കിട്ടിയതാണ്. അമ്മ അതൊരു 500 ഉറുപ്പ്യ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിച്ച് നോക്കിയപ്പോൾ സാധനം കാണാനില്ല. അപ്പോൾ അമ്മ ചോദിച്ചു, രാജപ്പ എവിടെയാണ് 500 രൂപ? 500 രൂപ അവിടെ. ഹൂ നോസ്, ആർക്കറിയാം? മുझे क्या पता, मुझे क्या जाने, എനിക്കറിയത്തില്ല. കോൻ ജാനെ, ആർക്കറിയാം? ഐ ഡോണ്ട് നോ. ഹൂ നോസ്, ആർക്കറിയാം? ക്യാ ജാനെ, കോൻ ജാനെ, ആർക്കറിയാം? ക്യാ ജാനെ, എന്തറിയാം? വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അതേപോലെ തന്നെ ഡോണ്ട് ആസ്ക് പൂച്ചോ മത്ത് ഡോണ്ട് ആസ്ക്, ചോദിക്കരുത്. പൂച്ചോ മത്ത്, ചോദിക്കരുത്. ഉസ്കി ഉമർ മത് പൂച്ചോ, ഒരു പെണ്ണിനോട് അവളുടെ വയസ്സ് ചോദിക്കരുതെന്നാണ്. അവളുടെ വയസ്സ് ചോദിക്കരുത്. ഉസ്കി ഉമർ മത് പൂച്ചോ, അവളുടെ വയസ്സ് ചോദിക്കരുത്. ഒരു പുരുഷനോട് ശമ്പളം ചോദിക്കരുതെന്നാണ്. ഉസേ പകാർ മത് പൂച്ചോ, ഉസ്കാ പകാർ മത് പൂച്ചോ, അവനോട് ചോദിക്കരുത്. മത് പൂച്ചോ, ഡോണ്ട് ആസ്ക് മത് പൂച്ചോ. തമീസ് സെ ബാത് കറോ, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ. കുछ तमीज़ से बात करो, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ. बिहेव योरसेल्फ, तमीज़ से बात करो, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കേ. ऊपर जा, ആദ്യം നമ്മൾ പറഞ്ഞു ഇറങ്ങി വരാൻ, അതായത് നിശ്ചയ ഉത്തരവും. ഇപ്പം നമ്മൾ പറയുന്നു ऊपर जा, നിശ്ചയ സെ ऊपर जा, താഴത്തുനിന്ന് മുകളിലോട്ട് പോകും. അപ്സ്റ്റെയർ കയറി പോകും. അപ്സ്റ്റെയർ, ऊपर जा. ഗോ അപ്സ്റ്റെയർ, ഗോ അപ്സ്റ്റെയർ, മുകളിലോട്ട് പോവും. നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം നീ ആരാണെന്ന്. നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം നീ ആരാണെന്ന്. മുജ്സേ പൂച്ചേ, എന്നോട് ചോദിക്കുക. ആസ്ക് മീ, എന്നോട് ചോദിക്കുക. ആസ്ക് മീ. മുജ്സേ പൂച്ചേ. ഗെറ്റ് ഔട്ട്, പുറത്തു പോ. ബാഹർ
ബാഹർജ. ഇത് ബാഹർജ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന കേട്ടോ. ഗെറ്റ് ഔട്ട്, പുറത്തു പോകും. ബാഹർ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകൂ എന്നാണ് അർത്ഥം. ബാഹർ ജാവോ, ബാഹർ ജായിയെ എന്ന് നമുക്ക് കൂടി പറയാം. ബാഹർ ജായിയെ, ഇതൊക്കെ പറയാൻ പല രീതികളുണ്ട്. അതൊക്കെ അറിയാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചേർന്നു, വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നു കേട്ടോ. കുറഞ്ഞ പക്ഷം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കുറഞ്ഞ പക്ഷം നമ്മൾ ഇംഗ്ലീഷിലൊക്കെയാണെങ്കിൽ എന്ത് പറയും? അറ്റ്ലീസ്റ്റ്. എന്താണ് അറ്റ്ലീസ്റ്റ്? മലയാളത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? കുറഞ്ഞ പക്ഷം. ഹിന്ദിയിലാണെങ്കിലോ കംസേക്കം. എന്ത് പറയുക? കംസേക്കം, അറ്റ്ലീസ്റ്റ്. കംസേക്കം ഏക് ദേർ കാ ഖാനാക്കെ പൈസ തു ദോ. ഒരു ജോലിക്ക് പോയതാണ്, ജോലിയൊന്നും നടന്നില്ല, വെറുതെ മെനക്കെട്ടു, കാരണം കറണ്ടില്ല. അപ്പോൾ വെറും കൈയോടെ പറഞ്ഞു വിടുകയാണ് മുതലാളി. അപ്പോൾ അവർ പറയാണ് കംസേക്കം ഏക് ദേർ കാ ഖാനക്കെ പൈസ തു ദോ. കുറഞ്ഞ പക്ഷം ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസയെങ്കിലും താ. കംസേക്കം, കുറഞ്ഞ പക്ഷം. അറ്റ്ലീസ്റ്റ്. ഫോർഗെറ്റ് ഇറ്റ്, അത് മറന്നുകള. ഭൂൽജ, ഉസെ ഭൂൽജ, അത് മറന്നുകള. ഉസെ ഭൂൽ ജാവോ. നമ്മൾ ചെറിയ കൂട്ടുകാർ തമ്മിൽ, രണ്ടുപേർ തമ്മിൽ പ്രശ്നമുണ്ടായി, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. അപ്പം മൂന്നാമത്തെ കൂട്ടുകാരൻ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടവൻ. ഇപ്പം മൂന്നാമത്തെ കൂട്ടുകാരൻ പറയാണ് ഉസെ ഭൂൽ ജാ, അത് വിട്ടുകളാ, അത് മറന്നോക്ക്, അത് മറന്നേക്ക്. ഉസെ ഭൂൽ ജാ. ഫോർഗെറ്റ് ഇറ്റ്, മറന്നേക്കൂ, മറന്നുകളാ. ഉസെ ഭൂൽ ജാ എന്ന് പറഞ്ഞാൽ മറന്നേക്കൂ എന്നാണ്. ഇസെ ഭൂൽ ജാ, ഇത് മറക്കൂ. ഉസെ ഭൂൽ ജാ, അത് മറക്കൂ. അല്ലെങ്കിൽ ഇസെ ഭൂൽ ജാ എന്ന് പറഞ്ഞാൽ ഇതിനെ മറക്കൂ, ഇവനെ മറക്കൂ എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ ഉസെ ഭൂൽ ജാ എന്ന് പറഞ്ഞാൽ അവനെ മറക്കൂ, അതിന് മറക്കൂ എന്നൊക്കെ അർത്ഥം, അത് മറക്കൂ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. വെൽ ഡൺ, നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു. ബഹത്ത് ബഡിയ, നന്നായിരിക്കുന്നു. വെൽ ഡൺ, നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു. ബഹത്ത് ബഡിയ, നന്നായിരിക്കുന്നു. വെൽ ഡൺ, ബഹത്ത് ബഡിയ. സ്പീക്ക് സ്ലോലി. മെല്ലെ പറ, പതുക്കെ പറ. സ്പീക്ക് സ്ലോലി, മെല്ലെ പറ, പതുക്കെ പറ. ധീരെ ബോലോ, ധീരെ, മെല്ലെ. അതിനുമുണ്ട് പല വാക്കുകൾ, സാധാരണ ഉപയോഗത്തിലുള്ളതാ. ലളിതമായ ധാരാളം വാക്കുകൾ വേറെ ഉണ്ട്. ഇതെല്ലാം പഠിക്കാൻ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നോളൂ കേട്ടോ. സ്പീക്ക് സ്ലോലി, മെല്ലെ പറയൂ, ധീരെ പോലൂ. കമിൻ ആദ്യം നമ്മൾ പറഞ്ഞു, ഗോ ഔട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഗെറ്റപ്പ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു കമിൻ, വരൂ, അകത്തേക്ക് വരൂ എന്ന്. കമിൻ, വരൂ. അന്തറായിയേ, അകത്തേക്ക് വന്നാലും ദയവായി അകത്തേക്ക് വരൂ. അന്തറായിയേ, കമിൻ, അകത്തേക്ക് വരുന്നേ. ഫോർഗെറ്റ് ദാറ്റ്, അത് മറന്നേക്കൂ. അത് മറന്നേക്കൂ. ഉസേ ഭൂൽ ജാ, അത് മറന്നേക്കൂ. ഉസേ ഭൂൽ ജാവോ, അതിനെ മറന്നേരുന്നു. ഖുഷ് ഹോ ജാവോ, സന്തോഷിക്കൂ. ഖുഷ് ഹോ ജാവോ, ആഹ്ലാദിക്കുവിൻ. cheer up. ഖുഷ് ഹോ ജാവോ, ആഹ്ലാദിക്കുവിൻ, സന്തോഷിക്കുവിൻ. cheer up. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, ഈ സുന്ദരിമാരായ സ്ത്രീകൾക്കെല്ലാം ഒരു 18-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും കറുത്തതിന് ഭയങ്കര ഇഷ്ടമാണല്ലോ. കറുത്തവരെ ഭയങ്കര ഇഷ്ടമാണ്.
നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഞാനും ആദ്യം വിശ്വസിച്ചില്ല കേട്ടപ്പോൾ. പിന്നീടാണ് ഉദാഹരണ സഹിതം പറഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായത്. നിങ്ങൾ അവരുടെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്ക്. ആ കൺമഷി എന്നാ കരിക്കട്ട കറുപ്പാ, പക്ഷെ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റും അവർ തേച്ച് പിടിപ്പിച്ച് നോക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സാധനം. അതിന് ചുറ്റും തേച്ച് പിടിപ്പിക്കുന്നത് കറുത്ത കൺമഷിയാണ്. വെളുത്തതോ ചുമന്നതോ മറ്റോ 100,000 മഴവില്ലിൻ്റെ കളറോ ഒന്നുമല്ല, കറുത്തത്. മുടിയോ അവർ ഒരു മുടിയെങ്ങാനും വെളുത്ത് കാണാമോ, അപ്പോൾ അതിനകത്ത് അവർ കറുത്ത കളർ തേച്ച് എങ്ങനെയെങ്കിലും പിടിപ്പിക്കും. 10,000 പേരെ കൊടുക്കുന്നവരുണ്ട് അത്രേ. എന്നാലും അവർക്ക് എന്താണ്, കറുപ്പ് വേണം. വെളുത്ത മുടി ഒരെണ്ണം പോലും അവർക്ക് വേണ്ട. കറുത്തവർക്ക് പോലും കറുത്തത് മതി, വെളുത്തവർക്ക് പോലും കറുത്തത് മതി. ആണോ? അപ്പോൾ കറുപ്പ് അവർക്ക് ഇഷ്ടമാണല്ലേ. ഖയാൽ രഖ്ന, ഖയാൽ രഖ്ന, ടേക്ക് കെയർ, ടേക്ക് കെയർ, ഖയാൽ രഖ്ന, ഖയാൽ രഖ്ന. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഖയാൽ രഖ്ന, ടേക്ക് കെയർ, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഡോണ്ട് ഹെസിറ്റേറ്റ്, ഡോണ്ട് ഹെസിറ്റേറ്റ്. ആശങ്ക വേണ്ട, ആശങ്ക വേണ്ട. ഡോണ്ട് ഹെസിറ്റേറ്റ്, ഡോണ്ട് ഹെസിറ്റേറ്റ്. സങ്കോച് നാ കരേ, സങ്കോച് നാ കരേ. ഡോണ്ട് ഹെസിറ്റേറ്റ്, സങ്കോച് നാ കരേ. ആശങ്കപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. ജാഗത്തെ രഹോ, ജാഗത്തെ രഹോ, ഉണർന്നിരിക്കുക. ജാഗത്തെ രഹോ, ഉണർന്നിരിക്കുക. ജാഗത്തെ രഹോ, ഉണർന്നിരിക്കുക. സ്റ്റേ അപ്പ്, സ്റ്റേ അപ്പ്, ഉണർന്നിരിക്കുക. വോക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക എന്നൊക്കെയാണ് നമുക്കറിയാലേ. വേക്കപ്പ്, വോക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഉണർന്നു, വോക്കപ്പ് ഉണർന്നു, വേക്കപ്പ് ഉണരുക എന്നൊക്കെയാണ് നമുക്കറിയാലേ. ഇത് സ്റ്റേ അപ്പ്, സ്റ്റേ അപ്പ്, ഉണർന്നിരിക്കുക. ജാഗത്തെ രഹന, ജാഗത്തെ രഹന, ജാഗത്തെ രഹന, ഉണർന്നിരിക്കുക. അച്ഛാ വിചാർ ഹേ, അച്ഛാ വിചാർ ഹേ. ഓ, ഗുഡ് ഐഡിയ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അച്ഛാ വിചാർ ഹേ, അച്ഛാ വിചാർ ഹേ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ല ആശയമാണ് കേട്ടോ, അത് നല്ല ആശയമാണ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അച്ഛാ വിചാർ ഹേ, അച്ഛാ വിചാർ ഹേ. गो स्ट्रेट, गो स्ट्रेट, गो स्ट्रेट. सीधे जाओ, सीधे जाओ, सीधे जाओ. गो स्ट्रेट. നേരെ പൊക്കോട്ടോ, നേരെ പൊക്കോ, നേരെ പൊക്കോ. ഗോ സ്ട്രേറ്റ്, ഗോ സ്ട്രേറ്റ്. സീതെ ജാവോ. സിമ്പിൾ വാക്കുകളുണ്ട്. നമുക്കൊരു 10-500 വാക്ക് പഠിച്ചാൽ, സിമ്പിൾ വാക്ക് 500 വാക്ക് പഠിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് 50,000 വാക്കുകൾ അറിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് സംസാരത്തിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ. സ്പോക്കൺ ഹിന്ദി പഠിക്കുന്ന അതാണ്. അതുകൊണ്ടാണ്, അതറിയാവുന്നതുകൊണ്ടാണ് 1 മാസം കൊണ്ട് നമ്മൾ സ്പോക്കൺ ഹിന്ദി ആൾക്കാരെ പഠിപ്പിച്ചു വിടുന്നത്. 1.25 ലക്ഷം വാക്കുകളാണ് ഹിന്ദിയിൽ ആകെ ഉള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ. അത് മുഴുവൻ പഠിച്ചാലും ഒരു പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് വെറും 500 വാക്ക് പഠിച്ചാൽ നമുക്ക് ഹിന്ദി സംസാരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് പെട്ടെന്ന് ഹിന്ദി പഠിപ്പിച്ചു തരാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തോട്ട് സഹായിക്കണം. കൂട്ടുകാരെ സഹായിക്കുക, എന്നെ സഹായിക്കുക. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹായ്, നമസ്കാർ. മേരാ നാം നന്ദിനി ദിവാർ. എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന്. ഈ നാടൻ ഹിന്ദിയിലാണ് സാറ്. അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്.